Hello, this is Avantika Kansal and you are watching New India Junction. We are currently in the interiors of Sultan Bateri, which is in the constituency of Wayanad, and we have few local people with us. So let's talk to them to understand about the Lok Sabha elections 2024. Hello sir, आप लोगों के नाम? कृष्णकुटी आपका? कुंजराम सो हमें ये बताइए कि ये वायनाड कॉन्स्टिट्यूंसी से आप बिलोंग करते हैं, तो यहाँ के बारे में, यहाँ की पॉलिटिकल सिचुएशन के बारे में आप क्या कहना चाहेंगे? ഇവിടുത്തെ രാഷ്ട്രീയ സാഹചര്യത്തെക്കുറിച്ചുള്ള താങ്കളുടെ അഭിപ്രായം എന്താണ്? ഉത്തരേന്ത്യൻ രാഷ്ട്രീയത്തിൽ കോൺഗ്രസിൻ്റെ പ്രസക്തി നഷ്ടപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് രാഹുൽ ഗാന്ധി ഈ വയനാട് മണ്ഡലത്തിൽ മത്സരിക്കാൻ വന്നത്. ഒപ്പം തന്നെ അദ്ദേഹം അമേഠിയിലും മത്സരിച്ചിരുന്നു. അവിടെ നമ്മുടെ സ്മൃതി ഇറാനിയോട് പരാജയപ്പെട്ടു. ആ ഒരു ആശങ്ക ഇപ്പോഴും നിലനിൽക്കുന്നത് കൊണ്ട് അവർ വീണ്ടും വയനാട്ടിൽ മത്സരിക്കുന്നു. വയനാട്ടിൽ രാഹുൽ ഗാന്ധി ഒരു എം പി എന്ന നിലയിൽ 8 or 9 പ്രാവശ്യം മാത്രമേ എന്തെങ്കിലും ഇൻസിഡൻറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ വയനാട് സന്ദർശിക്കാറുള്ളൂ. ഒരു എം പിയുടെ പൂർണ്ണ സേവനം വയനാട്ടുകാർക്ക് ലഭിച്ചിട്ടില്ല. The Congress has lost its influence in the northern parts of India. So fearing that, they have come to the Wayanad parliament to stand for the election. Rahul Gandhi has contested in Amethi parliament and lost. So fearing that, he has come to Wayanad to win the election by a huge landslide. Rahul Gandhi as an MP hasn't done anything for the people of Wayanad. Even after winning the previous election, he has just visited Wayanad 7 or 8 times. Tell us more about this constituency, Wayanad, and what kind of constituency is it? What kind of political situation is currently present here? വയനാടത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളും ഈ മണ്ഡലത്തെക്കുറിച്ച് താങ്കൾക്ക് പറയാൻ പറ്റുമോ? രാഷ്ട്രീയ സാഹചര്യം വളരെയധികം മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ബി ജെ പിക്ക് വേണ്ടിയിട്ട് ബി ജെ പിയിൽ ഒരുപാട് ആൾക്കാർ അംഗങ്ങളായി കടന്നു വന്നിട്ടുണ്ട്. അതുകൊണ്ട് നല്ല മാറ്റം സംഭവിച്ചിട്ടുണ്ട്. നമ്മുടെ കേരളത്തിൻ്റെ ബി ജെ പിൻ്റെ പ്രസിഡൻ്റാണ് ഇവിടെ മത്സരിക്കുന്നത്. അപ്പോൾ അതിൻ്റേതായ മാറ്റങ്ങൾ വരുന്നുണ്ട്. നല്ല ജനങ്ങൾക്ക് ഒരുവിധം നല്ല ഒരു വിശ്വാസമാണ് ഇപ്പോൾ. The BJP has been gaining a lot of traction in Wayanad. The current MP candidate is the state president of Kerala state. So people are trying to believe BJP more in Wayanad. Why BJP? എന്തുകൊണ്ട് BJP? നമ്മൾ ബി ജെ പിനെ കൂടുതൽ വിശ്വസിക്കുന്നു. പ്രത്യേകിച്ച് ബി ജെ പി എന്ന് പറഞ്ഞാൽ നരേന്ദ്രമോദിയുടെ കയ്യിലുള്ളത് കൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് അവർക്ക് വേണ്ടി, പാർട്ടിക്ക് വേണ്ടിയിട്ട്, ഇന്ത്യക്ക് വേണ്ടിയിട്ടും പ്രവർത്തിക്കുന്ന നരേന്ദ്രമോദിയെ വിശ്വസിക്കുന്നു. So Narendra Modi, they believe in Narendra Modi. Since Narendra Modi is the head of the BJP, the people of Wayanad believe that if BJP comes in Wayanad, they will bring drastic changes in Wayanad. But so they believe in PM Modi. Yes. But why do they have such a belief? എന്തുകൊണ്ട് താങ്കൾ PM മോദിയിൽ വിശ്വസിക്കുന്നു? PM മോദി വിശ്വസിക്കാൻ കാരണം PM മോദി എന്ന് പറഞ്ഞാൽ നരേന്ദ്രമോദി ഇന്ത്യയെ സ്നേഹിക്കുന്നു, ഇന്ത്യക്കാർക്ക് വേണ്ടി ജീവിക്കുന്നു. ചിലർ കുടുംബക്കാർക്ക് വേണ്ടി ജീവിക്കുന്നു, അവരുടെ കുടുംബം നോക്കുന്നു. നരേന്ദ്രമോദി അങ്ങനല്ല. എല്ലാ കാര്യങ്ങളും പാവപ്പെട്ട ആൾക്കാരെ വളരെയധികം കയ്യിൽ കൊണ്ടു നടന്ന് ശുശ്രൂഷിക്കാൻ ശ്രമിക്കുന്നു. The PM Narendra Modi loves India and lives for the people of India, unlike others who live for their family and loves their own family. Narendra Modi works for the people of India and the poor people of India. You are from the Wayanad constituency itself. So tell us more about the election buzz here. Now the elections are there on 26th. So what are the sentiments of the local people here when it comes to the political parties who are contesting in the elections? ഇപ്പോൾ ഇവിടെ ഇലക്ഷൻ നടക്കാൻ പോകുന്നല്ലേ, അപ്പോൾ ഇലക്ഷനെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയിരുത്തലും പിന്നെ ഇവിടുത്തെ നാട്ടുകാരുടെ വിലയിരുത്തലും പാർട്ടികളെക്കുറിച്ചും മറ്റും ഉള്ള നാട്ടുകാരുടെ വിലയിരുത്തൽ എന്താണെന്ന്? രാഹുൽ എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ജയിച്ചു പോയിട്ട് ഒരു ഉപകാരം, അന്ന് ജയിച്ചു പോയതാണ്, പിന്നെ ആളെ കണ്ടിട്ടില്ല ആരും. ഈ നാട്ടിലുള്ളവർ പോലും കണ്ടിട്ടില്ല. ഒന്നും അവർ വികസനമായിട്ട് ഒന്നും ചെയ്തിട്ടില്ല ഒരു കാര്യം. Rahul Gandhi hasn't been of any help for the people of Wayanad. After winning the election, no one has seen him after the election. He just came, contested, won and he went back. അതെ, അത് തന്നെ. ഒരു 6 മാസം കൂടുമ്പോൾ മോദി ഞങ്ങൾക്ക് അന്നത്തിന് 2000 രൂപ വീതം പാവങ്ങളുടെ കാര്യമാണ് പറയുന്നത്. അടുത്ത മറ്റുള്ളവരുടെ കാര്യം നമുക്ക് പറയാനുണ്ട്. ഞങ്ങൾ പാവങ്ങളാണ്, കൂലിപ്പണി എടുത്ത് ജീവിക്കുന്നവരാണ്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഇയാൾ ജയിച്ചു പോയിട്ട് എന്തെങ്കിലും ഞങ്ങൾക്ക് ചെയ്തോ? എന്തെങ്കിലും ഒരു പുരോഗമനം ഇവിടെ ചെയ്തോ? ഈ വയനാട്ടിൽ ഒന്നും ചെയ്തില്ല. ജയിച്ചങ്ങ് പോയി. പിന്നെയും വരുക ഇലക്ഷൻ സമയമാകുമ്പോൾ വന്നൊന്ന് മിന്നൽ പോലെ കാണിച്ചിട്ട് പോയിട്ട് എന്താ കാര്യം? ഇവിടുത്തെ ജനങ്ങൾക്ക് എന്താ ഇയാളെ കൊണ്ടുള്ള പ്രയോജനം? She can't speak about the other people, about poor people. She is a daily wages worker who earns money by working daily. So for her, the Modi government's
2,000 rupees that he sends every 6 months has been a huge help for her. And about Rahul Gandhi, he has won the election and just left Wayanadu. Now he'll come back for the next election just like a lightning. He'll just come and vanish. So he doesn't do anything for Wayanadu. So she wishes to see a change in the ruling party. എനിക്കിതൊക്കെ തന്നെ പറയാനുള്ളത്. മോദി സർക്കാർ വരണം. ഞങ്ങൾക്ക് വേറെ ഒരു കോൺഗ്രസോ മാർക്സിസ്റ്റോ ഒന്നും ഒരു ഭരണം പിണറായിൻ്റെ ഭരണം മടുത്തിരിക്കുക ഞങ്ങൾ. എല്ലാവർക്കും മതിയായി. ഇനിയിപ്പോൾ ഏകദേശമുള്ള എല്ലാവർക്കും മനസ്സിലായി ഇവരൊക്കെ ഭരണം. അപ്പോൾ ഇനി എന്തായാലും മോദി സർക്കാർ തന്നെ ജയിക്കണം. മോദി തന്നെ ഒരുപാട് വർഷം ആയുസുള്ളിടത്തോളം മോദി തന്നെ ഭരിക്കണം. മോദിക്ക് 100,000 ആയുസ് കൊടുക്കണം. ഭഗവാന്റെ മുമ്പെന്ന് പറയാം. മോദി ജയിക്കണം. മോദിക്ക് ഞങ്ങൾ ചെയ്യും. മോദി വരണം. She wishes to see Modi Sarkar here. She is tired of the LDF and UDF government. She literally tired of the current LDF's government, and she wishes to see the changes in Wayanad. For that, she wishes Modi Sarkar to come here.